അഭിഷേകമന്ന എന്ന വചന സദസ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വചനഭാഗം. ജ്ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാൻ തന്നെ കാരണം കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ, പാപത്തിൽ കഴിയുന്ന, പാപബന്ധനത്തിലായിരിക്കുന്ന സകല മനുഷ്യരെയും വീണ്ടെടുക്കേണ്ടതിന്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരാൻ, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അവിടുന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടതിന് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മൾ പോലും പറയാതെ നമുക്ക് വേണ്ടി അവനൊരു കാൽച്ചുവട് മാതൃകയായി വെച്ചിട്ടാ പോയത്. അവൻ്റെ കാൽച്ചുവട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെ ആയിരിക്കണം കർത്താവിൽ എല്ലാം കാണിച്ചു തന്ന നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചിട്ട് യേശു കർത്താവ് ഉയർത്ത് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും. യേശു പറഞ്ഞ വാക്കാത്. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും. ഇത് യേശുവിൻ്റെ മരണ അടക്ക ഉയർപ്പിനെ മാത്രമല്ല നമ്മൾ കാണാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉയർത്താൻ കഴിയുമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. യേശു നമ്മുടെ ജീവിതത്തിൽ ഉയർത്തപ്പെടണം. മരുഭൂമിയിൽ മോശ ഒരിക്കൽ പിച്ചള സർപ്പത്തെ ഉയർത്തി. എന്തിനാ? പാമ്പിന്റെ ദംശനമേറ്റവരെല്ലാം മരിച്ചു വീഴുന്നത് കൊണ്ട്. മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇന്ന് മനുഷ്യപുത്രനും ഉയർത്തപ്പെട്ടിരിക്കുന്നു എങ്കിൽ പിതാവിൽ ആകർഷിക്കപ്പെടാത്തവരാരും എൻ്റെ അടുക്കൽ വരികയില്ല എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ എല്ലാവരും ഉയർത്തിയാൽ യേശുവിൻ്റെ ഉയർപ്പിലൂടെ പിതാവിലേക്കുള്ള ഒരു ആകർഷണം നമുക്ക് നൽകിയിരിക്കുക. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നമ്മളിൽ ഒന്നാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് പറയുകയാണെന്നാണ് യേശു പറഞ്ഞത്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ദൈവമാണ്. യേശു ദൈവമാണ്. അന്ധന്റെ കണ്ണ് തുറന്നു കൊടുത്ത കർത്താവ്, ബധിരന്റെ കാതുകൾ തുറന്നു കൊടുത്തവനാണ്, മുടന്തന്റെ മുടന്തു മാറ്റി കൊടുത്തവനാണ്, മരിച്ച മനുഷ്യനെ ഉയർപ്പിച്ചവനാണ്. യേശുവിൻ്റെ നാമം പറഞ്ഞോ അവിടെ അത്ഭുതങ്ങൾ നടക്കും. യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സകല മുഴങ്കാലുകളും മടങ്ങും. ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ ലോകത്ത് ഒരു വ്യത്യാസവുമില്ല. എല്ലാ മനുഷ്യനെയും ഒരുപോലെ സ്നേഹിച്ച ഒരേ ഒരുവൻ, എല്ലാ മനുഷ്യന്റെയും പാപഭാരങ്ങളെ വഹിച്ച് ക്രൂശിൽ കയറിയ കർത്താവ്, ഈ യേശു ക്രിസ്തുവിൽ നമ്മൾ ഒന്നായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നിട്ടോ അവനെ ഉയർത്തണം. യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്കെല്ലാവർക്കും വേണ്ടി അവിടുന്ന് നൽകി. അപ്പോസ്തലനായ പത്രോസിനോടും കൂട്ടുകാരോടും കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ ബലം പ്രാപിക്കും. കാരണം യേശുവിനെ ഉയർത്തിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമി നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉള്ളിൽ ബലപ്പെടുത്തി സഹായിച്ച് നമ്മെ നയിക്കാൻ വേണ്ടി കടന്നു വന്നത്. സങ്കീർത്തക പുസ്തകം 34-ാം അധ്യായത്തിൽ പറയും, എന്നെ നോക്കിയവരെല്ലാം പ്രകാശിതരായി, അവരാരും ലജ്ജിച്ചു പോയില്ല. യേശുവിനെ ഉയർത്തിയവരും യേശുവിനെ നോക്കിയവരും യേശുവിന്റെ നാമം വിളിച്ചവരും യേശുവിന് വേണ്ടി ജീവിച്ച അപ്പസ്തോലന്മാർ ആരും ഒരിക്കലും നിരാശപ്പെട്ടില്ല. നിങ്ങൾക്ക് ഒന്ന് വിളിക്കാമോ, ഒന്ന് പ്രാർത്ഥിക്കാമോ, ഒന്ന് ആരാധിക്കാമോ? യേശുവിനെ
ഉയർത്തിയാൽ, യേശു ഉയർന്നപ്പോൾ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ നമ്മൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാമം യേശു എന്ന നാമം നമ്മുടെ ഹൃദയത്തിൽ വലിയ ചലനമുണ്ടാക്കുന്ന നാമമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേദനയുണ്ടോ അത് യേശുവിന്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, നല്ല പ്രഭാതം തന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവം, ഞങ്ങളെ സമാധാനപ്പെടുത്തുന്ന ദൈവം, ഞങ്ങളെ ആശ്വാസത്തിലേക്ക് നയിക്കുന്നവന്റെ ശക്തി, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ, നടത്തുവാൻ, അനുഗ്രഹിക്കുവാൻ നീ നിടയാക്കിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.